ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 29 മുതലുള്ള ഭാഗങ്ങളിൽ അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അദ്ദേഹം പറയുകയാണ്, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം. യേശു കർത്താവിനെ ഭൂമിയിലോട്ട് പിതാവ് അയച്ചത് തന്നെ ചില നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഗെത്സമന തോട്ടത്തിൽ മുട്ടുമടക്കി പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്നും മാറ്റണം. അടുത്ത വാക്ക്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഒന്ന് ഓർത്തു നോക്കി, അസാധാരണമായ ഒരു വേദനയ്ക്കകത്തേക്ക് യേശു കയറുക. വചനം പറയുന്നു, വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്തു വീണെന്നാണ്. സഹിക്കാൻ പറ്റാത്ത പ്രാണവേദനയ്ക്കകത്ത് നിൽക്കുമ്പോഴും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഇഷ്ടമല്ല അപ്പൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഇവിടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുകയാണ്, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ തികച്ച ശേഷം എന്ന് വെച്ചാൽ ചില വേദനകൾ കൂടെ കടക്കേണ്ടതാകുന്നു. അത് കടന്നു തന്നെയാകണം. അത് കടന്നതിന് ശേഷം അവർ യേശുവിനെ ഇറക്കി കല്ലറയ്ക്കകത്ത് വെച്ചു. ഇതുപോലെയാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ ദൈവം അനുവദിച്ചതാ. ചിലതിനകത്തൂടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങി. ചിലരെയൊക്കെ പ്രതിസന്ധികൾക്കകത്തുകൂടെ ഇറങ്ങിയിട്ടും യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ചതുപോലെ ചിലരെ കല്ലറയ്ക്കകത്ത് വെച്ച് സീൽ ചെയ്ത് കളഞ്ഞു. എന്നാൽ മറക്കരുത്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില മേഖലകൾക്കകത്തൂടെ കടന്ന് കയറിയിറങ്ങി ചില മേഖലകളിൽ ഒതുക്കപ്പെട്ട് അടയ്ക്കപ്പെട്ട് ഭാരപ്പെടുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം യേശുവിനെ ഉയർപ്പിച്ചതുപോലെ ഒന്നും അവസാനിക്കാനല്ല, ചിലതൊക്കെ നിവർത്തീകരണമെന്നെണ്ണി അവിടെയെല്ലാം ഈ കർത്താവിനെ മുറുകെ പിടിച്ച് മഹത്വത്തെ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.